ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷം? നമുക്കിന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് കൂട്ടണം, കുറയ്ക്കൊക്കെ ചെയ്യാം. ഇത് മൂത്ത് വരുമ്പോൾ അതിലോട്ട് വേപ്പിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്, മീഡിയം സൈസിലുള്ള പച്ചമുളകും കൂടെ 2 പച്ചമുളകും. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് തക്കാളി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഉപ്പ് നമ്മൾ വഴറ്റിയ സമയത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വേവിക്കാം. 3 മിനിറ്റിന് ശേഷം അത് തുറന്ന് അതിലേക്ക് ചപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കരുത്. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കിനും മുട്ട ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. മുട്ടക്കറി റെഡി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്.